വടക്കൻ പ്രദേശമായ കരപ്പുറത്തെ പുരാതനമായ ഒരു ദേവീക്ഷേത്രത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. വാരനാട് ദേവീക്ഷേത്രം ചേർത്തല ടൗണിൽ നിന്ന് ഏതാണ്ട് 2 കിലോമീറ്റർ അകലമേയുള്ളൂ. ഈ ദേശത്തിലെ വളരെ പുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് എന്ന് മാത്രമല്ല, ഇവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ മഹാദുരിതങ്ങളും മഹാരോഗങ്ങളുമൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ ഇവിടുത്തെ ദേവി അതിനെല്ലാം ശാശ്വതമായ പരിഹാരം നൽകി നാട്ടിൽ നന്മയും ഐശ്വര്യവും വളർത്തുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഭക്തജനങ്ങളുടെ അഭിപ്രായം. ഇവിടെ വഴിപാടുകളും പൂജകളും അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ ചെയ്യുന്ന സേവനങ്ങൾ ഈ നാട്ടുകാരെയൊക്കെ വളരെയേറെ ഈ ദേവസ്വമായിട്ടും ഈ ക്ഷേത്രവുമായിട്ടും അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റെങ്ങുമില്ലാത്ത തരത്തിൽ നമ്മുടെ ദേവീക്ഷേത്രത്തിന് കാർഷിക മേഖലയിലൊരു നല്ല ഒരു പ്രതിച്ഛായയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിലെന്താണ് അങ്ങ് കാണുന്ന അതിലെ പ്രത്യേകത? ഇത് ഞങ്ങളുടെ ഒരു വളരെ ശ്രമഫലമായി, ഞാൻ ഈ ദേവസ്ഥൻ്റെ പ്രസിഡൻ്റാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരു നല്ലൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കമ്മിറ്റി ഇതിന് വളരെ ഇതായിട്ട് ശ്രമിച്ച് ഈ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള താല്പര്യത്തോടു കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. വയലാർ ഓളതല ഭാഗത്ത് ഞങ്ങൾക്ക് കരിക്ക്, മഞ്ഞൾ, വാഴക്കൃഷി ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതിങ്ങനെ ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകണം. ഇതൊക്കെ നടത്താനുള്ള സാഹചര്യം ഒരു കാര്യം കൂടെയുണ്ട്, അതായത് ദേവസ്ഥത്തിന് ധാരാളം സ്ഥലമുണ്ട്. ആ സ്ഥലം കൂടെ കൈവശമില്ലെങ്കിൽ വാങ്ങിച്ച് ചെയ്യേണ്ടി വന്നത്. അത് വേണ്ട, ദേവസ്ഥത്തിന് ധാരാളം സ്ഥലമുണ്ട്. ആ സ്ഥലത്തിലാണ് ഇതെല്ലാം കൃഷി ചെയ്യുന്നത്. ഒരു ചോദ്യം അങ്ങയോട് ചോദിക്കാനുള്ളത്, നമ്മുടെ ഒരുപാട് ദേവാലയങ്ങൾക്കൊന്നും കുറവില്ല. അമ്പലങ്ങളായാലും പള്ളികളായാലും എല്ലാവർക്കും ആരാധനാലയങ്ങളുണ്ട്, വേണ്ടുപോലെ സ്ഥലവുമുണ്ട്. അങ്ങ് സൂചിപ്പിച്ച പോലെ നിങ്ങൾക്കുള്ളതുപോലെ തന്നെ ധാരാളം സ്ഥലം തരിശായി കിടക്കുന്നു, വെറുതെ ഉപയോഗമില്ലാതെ. അപ്പോൾ അവിടെയൊക്കെ ഇത്തരം കാർഷിക പ്രവർത്തനങ്ങൾ, അത്തരം പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം? പിന്നെ ഭക്തജനങ്ങൾക്കും വളരെ പ്രീതിയായിട്ടുള്ള കാര്യങ്ങളിതെല്ലാം അതനുസരിച്ച് ഞങ്ങൾക്ക് പ്രോത്സാഹനമുണ്ട്, ഞങ്ങളത് ചെയ്യുന്നു എന്ന് മാത്രം. ദൈവികമായ പ്രവർത്തനത്തോടൊപ്പം തന്നെ ഈ കാർഷിക സമൂഹത്തിന് കാർഷികമായ മുന്നേറ്റം ഉണ്ടാകുന്നതിനുള്ള ഒരു സങ്കേതമായി കൂടി ക്ഷേത്രത്തിൻ്റെ വസ്തുക്കൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. മറ്റൊന്ന്, ഈ ഹൈന്ദവ സംസ്കാരത്തിൽ ഈ ക്ഷേത്രോത്സവങ്ങളുടെ ഉൽപ്പത്തി വരുമ്പോൾ അത് ഈ കാർഷിക വൃത്തിയിൽ നിന്നും കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ ദേവിക്ക് ദേവനും ദേവിക്കുമൊക്കെ സമർപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് കരുതുന്നു. അതിൻ്റെ ഒരു ആഘോഷമായിട്ടാണ് സാധാരണ ഈ ക്ഷേത്രോത്സവങ്ങൾ ഉൽപ്പത്തി ഉണ്ടായത് എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് ആധുനികമായ രീതിയിൽ ഇത് വികസിച്ചിട്ട് ഈ സമ്പ്രദായം കുറേയൊക്കെ നിലച്ചു പോയി. അത് പുനരുദ്ധരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ദേവസ്വം ഈ സംരംഭത്തിൽ തുനിഞ്ഞത്. ബാക്കി ക്ഷേത്രങ്ങളുടെ സങ്കേതം ഒരു കാർഷിക വിപണനത്തിൽ പോലും ഒരു സങ്കേതമായി മാറേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഞങ്ങളിവിടെ ഒരു പ്രദർശനം നടത്തിയത്. അതുപോലെ തന്നെ മറ്റ് ക്ഷേത്രങ്ങളും ഈ പിന്തുടർന്ന് കാർഷിക വൃത്തിക്ക് പ്രചോദനം നൽകുന്നത് നന്നായിരിക്കും എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ കാർഷിക മേഖല ഇന്നത്തെ കാലഘട്ടത്തിൽ ജൈവ കൃഷിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ വാരനാട് ദേവസ്വത്തിലെ ദേവസ്വം ഭരണാധികാരികളും അതുപോലെ തന്നെ ജീവനക്കാരുമെല്ലാം ഒരുമിച്ച് ഒറ്റക്കെട്ടായി ദേവസ്വത്തിൻ്റെ പുരയിടത്തിൽ ഇത്തരത്തിലുള്ള കാർഷിക വൃത്തികൾ ചില കൃഷിയുമായി ബന്ധപ്പെട്ട് നടത്തുമ്പോൾ ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചൊരു പ്രത്യേകത, ഈ ക്ഷേത്രത്തിൽ
വരുന്ന ഭക്തജനങ്ങൾക്ക് ഇവിടെ പ്രസാദഊട്ട് എന്ന് പറയുന്ന ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. ഈ പ്രസാദഊട്ടിൽ ജൈവ കൃഷിയിലൂടെ കിട്ടുന്ന കീടനാശിനി ഉപയോഗിക്കാത്ത സാധനങ്ങൾ കൊണ്ടുള്ള ആഹാരം കൊടുക്കാൻ നമുക്ക് കഴിയണം എന്നുള്ള ഒരു ഉദ്ദേശം ഈ കൃഷിയുടെ പിന്നിലുണ്ട്. അതോടൊപ്പം തന്നെ ദേവിക്ക് വേണ്ടിയിട്ടെടുക്കുന്ന പൂജാതി സാധനങ്ങൾ, ഇപ്പം പ്രത്യേകിച്ചും മഞ്ഞളിനെ സംബന്ധിച്ചിടത്തോളം മഞ്ഞൾ പൊടി സാധാരണ വാങ്ങിച്ചാൽ അതിനകത്ത് രാസവസ്തുക്കളുള്ളത് കൊണ്ട് മനുഷ്യർക്ക് പോലും നെറ്റിയിൽ പാടുവരുകയും നെറ്റിയിൽ ഊത്തൽ വരികയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊക്കെ വ്യത്യസ്തമായി ദേവിയുടെ മുന്നിൽ ദേവിക്ക് ചാർത്തുവാനുള്ള ഈ പ്രസാദം എന്ന നിലയിൽ സ്വന്തമായി ജൈവ കൃഷിയിലൂടെ മഞ്ഞൾ കൃഷി ചെയ്ത് ആ മഞ്ഞൾ ഈ ക്ഷേത്രത്തിൽ ഉപയോഗിക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു മഹത്തായ കാര്യം കൂടി, ആശയം കൂടി ഈ കൃഷിയുടെ പിന്നിലുണ്ട്. അതിന് ഈ ക്ഷേത്രത്തിലെ ഭരണകർത്താക്കളും അതുപോലെ തന്നെ ഇവിടുത്തെ ജീവനക്കാരുമെല്ലാം തന്നെ ഈ കൃഷിയുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ ദേവസ്വത്തിൻ്റെ തരിശായി കിടക്കുന്ന സ്ഥലം, നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം തരിശായി കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ഇന്ന് വൃത്തിയാക്കി നല്ല ക്ലീനായിട്ടുള്ള ഒരു ഭാരതത്തെ സൃഷ്ടിക്കാൻ പരിശ്രമിക്കുന്ന ഒരു ഭാഗം നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി കൂടി വേണമെങ്കിൽ നമ്മളെ ഇതിനെ വിലയിരുത്തിക്കൊണ്ട് ഈ കാർഷിക രംഗം അമ്പലത്തിൻ്റെ ദേവസ്വത്തിൻ്റെ സ്ഥലത്ത് മുഴുവനും ആ തരത്തിലൊരു കാർഷിക വിപ്ലവത്തിന് തന്നെ നേതൃത്വം കൊടുക്കാൻ ഉള്ളൊരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ പരിപാടികൾ, ഈ കൃഷികൾ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. അത് തുടർന്നും അത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ദേവിയുടെ സഹായമുണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ വാരനാട് ദേവസ്ഥത്തിൻ്റെ വാഴത്തോട്ടത്തിലാണ് നമ്മളിപ്പോൾ വന്ന് എത്തി നിൽക്കുന്നത് അല്ലേ? അതെ അതെ. ഇത് എന്തുമാത്രം സ്ഥലമുണ്ട് ഈ വാഴ കൃഷി ചെയ്തിരിക്കുന്ന ഈ പുരയിടം? ഇത് 4 ഏക്കറോളം സ്ഥലമുണ്ട്. 4 ഏക്കറോളം സ്ഥലമുണ്ട്. അപ്പം മെയിനായിട്ട് ഇപ്പോൾ വാഴ മാത്രമല്ല, നമ്മളിപ്പോൾ തൈ വെച്ചിട്ടുണ്ട്. നമ്മൾ പുതുതായി നമ്മൾ പിന്നെ നിലവിൽ തെങ്ങുകളുണ്ട്. ഒരു ശരിക്കും ഒരു തെങ്ങിൻ തോപ്പിലാണ് നമ്മൾ ഇടവിള എന്ന നിലയിലാണ് വാഴ വെച്ചിരിക്കുന്നത്. എന്തൊക്കെ എന്നും വാഴകളാണ് ഇവിടെ ഉള്ളത്? ഇതിപ്പോൾ പ്രധാനമായും ഞങ്ങൾ ഞാലിപ്പൂവനാണ് ഉപയോഗിക്കുന്നത്. അതിന് 2 കാരണങ്ങളാണ്. ഞങ്ങൾ പഴത്തേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ ഇല കിട്ടണം എന്നുള്ളതാണ്. ഞാലിപ്പൂവനാകുമ്പോഴത്തേക്കും കൂടുതൽ വിത്തുകൾ ഉണ്ടാകും, കൂടുതൽ ഇലകൾ കിട്ടും. ക്ഷേത്രത്തെ സംബന്ധിച്ചോളം നമുക്ക് കൂടുതൽ ആവശ്യം, അപ്പോൾ നമുക്ക് എങ്ങനെയായാലും ഒരു 10,000-3000 അധികം ഇലയുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞു വിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, അതിൻ്റെ വിലയൊക്കെ കൂടുമ്പോൾ വിലയാണ് കൂടുതൽ വേണ്ടത്. അപ്പോൾ പ്രധാനമായും ഞാലിപ്പൂവനാണ്. കൂടാതെ നമുക്കിപ്പോൾ ഏത്തവാഴയുണ്ട്, പിന്നെ ചുമലപ്പൂവനുണ്ട്, അങ്ങനെയുള്ള ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ട്. കൂടുതലായി ഞങ്ങൾ ഞാലിപ്പൂവനാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഇത്രയും നല്ല വിത്തുകൾ ഇപ്പോൾ കൃഷി തുടങ്ങിയപ്പോൾ തന്നെ ഒരു 3-4 മാസമായിട്ടുണ്ടായി വാഴയ്ക്ക് പ്രായം? 4 മാസമായിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു കരുത്തോടെ വളർന്നു വരുവാണ്. വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പറ്റി വിത്തുകൾ എവിടുന്നാണ് സംഘടിപ്പിച്ചത്? ഇതിപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തോന്നിയൊരു ആശയമാണ്. ഏതായാലും കൃഷിയുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്താണ് ദേവസ്വം മുന്നിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് ഒരു കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അങ്ങനെ കാട് പിടിച്ച് കിടന്ന് ഈ പ്രദേശത്ത് നിന്ന് വരാൻ പോലും പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വളരെ ദേവസ്വം ഒരു നല്ലൊരു പ്ലാനും തയ്യാറാക്കി JCB മറ്റ് യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് മണ്ണ് ഇട്ട് ഇവിടെ ലെവലാക്കി ആ വരുന്ന സന്ദർഭത്തിലാണ്, അപ്പോൾ തയ്യാണ് നമ്മൾ ആദ്യം വയ്ക്കാൻ ഉദ്ദേശിച്ചത്, ആണ് ഈ വാഴയെക്കുറിച്ച് ആലോചിച്ചത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ആലോചിച്ചത് കൊണ്ട് അടുത്ത് കിട്ടാവുന്ന നഴ്സറികളിൽ നിന്നൊക്കെയാണ് നമ്മൾ വാഴ കളക്ട് ചെയ്ത് കൊണ്ടുവന്നത്. ഏതാണ്ട് ഒരു 600ഓളം വാഴയാണ് ഇപ്പം നമുക്ക് ബലത്തിൽ ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൃഷിയുടെ ഒരു തുടക്കം എന്തൊക്കെ വളങ്ങൾ നൽകി, അതുപോലുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഒന്ന് പറയാമോ? ഇപ്പം നമ്മൾ പ്രധാനമായും പിന്നെ വളമെന്ന് പറയുന്നത് ആദ്യമേ നമ്മൾ എല്ലുപൊടി ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലുപൊടിയും പിന്നെ വേപ്പിൻ പിണ്ണാക്കും ഉപയോഗിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനം നമ്മൾ കോഴിവളമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അധികം ഒരു ജൈവവളം തന്നെ വേണം. കാരണം ഒന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ ക്ഷേത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ജൈവവളത്തിലാണ് കൂടുതൽ താല്പര്യം നമുക്ക്. അതുകൊണ്ടാണ് നല്ല രീതിയിൽ വാഴ അത് നന്നായി നിൽക്കുകയും ചെയ്തത്. ഇതിന് ഈ
സഹായിക്കാനൊക്കെ ആൾക്കാരുണ്ടല്ലോ. ആരൊക്കെയാണ് ഈ കൃഷിയിൽ ചെയ്യുന്ന ലേബർ സൈഡ്? എൻ്റെ അതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം. കാര്യം വെച്ചാൽ ഇത്രയൊക്കെ സ്ഥലങ്ങളുണ്ടെങ്കിലും നമ്മുടെ ദേവസ്വം ഒരു ഭാരവാഹി എന്ന നിലയിൽ നമുക്ക് ഞങ്ങൾക്ക് നിൽക്കാനല്ലേ പറ്റുള്ളൂ. പക്ഷെ വളരെ നല്ല രീതിയിലുള്ള സഹകരിക്കുന്ന തൊഴിലാളികളുണ്ട്. പ്രധാനമായും കുഞ്ഞുമോൻ പറയുന്നതാണ്. അദ്ദേഹം സർവ്വ പണിയും കഴിഞ്ഞ് രാവിലെ വരെ തന്നെ ഇവിടെ ഇപ്പോൾ നമുക്ക് കറണ്ട് കണക്ഷൻ നമ്മൾ എടുത്തിട്ടില്ല, കുടം കൊണ്ട് തന്നെ കോരി വെള്ളം ഒഴിക്കുന്നവർ ഇത്രയും ഇതിന് നനയ്ക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഭഗീരഥ പ്രയത്നമാണ്. അതിനുള്ള മനസ്സ് ഇന്നത്തെ കാലത്ത് അത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. കുഞ്ഞുമോൻ്റെ കൂടെ അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, പിന്നെ മറ്റു തൊഴിലാളികളൊക്കെ ഉണ്ട്. അവരൊക്കെയാണ് ഈ വളം ഇടുകയും നനയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരെ ഒരു സന്തോഷം ഞങ്ങൾക്ക് സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം അതാണ്. തീർച്ചയായിട്ടും ഇത് ലാഭം അത്തരത്തിൽ ഇപ്പോൾ കൃഷി ചെലവുകളുണ്ടല്ലോ. മുൻപ് പറഞ്ഞ പോലെ ഈ സ്ഥലം കളകളും മറ്റുമൊക്കെ പിടിച്ച ചതുപ്പ് സ്ഥലമായിരുന്നു എന്ന് പറയാം. ഇതിന് സ്വാഭാവികമായിട്ടും നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് ചിലവായിട്ടുണ്ട് കൃഷി ഒരുക്കുന്നതിനും. അതിൻ്റെ ആദായം വഴിയേ വരുള്ളൂ. അപ്പോൾ ഇത്രയേറെ ഭാരിച്ചൊരു ചിലവ് ചെയ്താണ് ഈ പ്രോജക്റ്റ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ ദേവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ അതിന് നല്ല സപ്പോർട്ടുകൾ, ഇപ്പോൾ ഭരണസമിതിയിലെ സപ്പോർട്ടോ, ഇപ്പോൾ പ്രസിഡൻ്റ് ഇവിടെ ഉണ്ട്, നമ്മുടെ ട്രഷറർ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അവരുടെ സാന്നിധ്യത്തിൽ ഈ ഇത്രയേറെ വലിയൊരു ചിലവ് ചെയ്യാനുള്ള ഒരു ധൈര്യം, ഒരു സാഹസം എങ്ങനെയാണ് ഉടലെടുത്തതെന്ന് പറയാമോ? അത് സാർ പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. ഒരു സാഹസം തന്നെയാണ്. കാരണം ഭരണസമിതിയുടെ കാഴ്ചപ്പാടിൽ ഇത്രയും വലിയൊരു എമൗണ്ട് മുടക്കേണ്ടി വരും ധാരണയേ ഇല്ല. പക്ഷേ ഈ സ്ഥലത്തേക്ക് നമ്മളങ്ങ് കടന്നു വന്നപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള ഇത് നല്ല രീതിയിൽ എത്താൻ പിന്നെ ഒരുപാട് ആരും പ്രതീക്ഷിക്കാത്ത എമൗണ്ട് ഇതിനുവേണ്ടി മുടക്കേണ്ടി വന്നു. പക്ഷേ അതൊരിക്കലും അതൊരു നഷ്ടമായി ഞങ്ങൾ കാണുന്നില്ല. കാര്യം വെച്ചാൽ ഇപ്പം നമ്മൾ തൈ വെച്ചിട്ടുണ്ട്, അതിന് 100-300ഓളം തൈയാണ്. നാളികേര വികസന ബോർഡിൽ നിന്ന് കിട്ടിയ തൈയാണ്. തീർച്ചയായും അത് വരും കാലങ്ങളിൽ ഇപ്പം ഞങ്ങളല്ല ഭരണാധികാരികൾ, പുതിയ ആൾ വന്നാൽ പോലും ദേവസ്ഥത്തിന് മുതൽക്കൂട്ടായിരിക്കും എന്ന് ഉറച്ച വിശ്വാസമാണ്. പ്രത്യേകം ഇതിൻ്റെ ചിലവ് എന്ന് പറയാൻ JCB ഇപ്പം ട്രഷറർക്ക് അറിയാം, JCB ഒക്കെ വെച്ചാണ് ഇത് ചെയ്തത് അല്ലേ? പമ്പ് വെച്ചു, ഈ ചരല് ഉറ്റുന്ന ഇതുണ്ടല്ലോ. മനുഷ്യപ്രയത്നം മാത്രമല്ല, അപ്പോൾ നല്ലൊരു എമൗണ്ട് മനുഷ്യപ്രയത്നവും കൂടുതലാണ്. കാരണം വെച്ചാൽ ഇവിടെ ഒരു എത്ര പേരുടെ ഒരു ദിവസം 10-15 തൊഴിലാളിയെ വെച്ച് ഒരു മാസക്കാലം മനുഷ്യനും പ്രയത്നം കൂടിയുണ്ട്. അതൊരു നഷ്ടമാണ്. സൈഡിൽ മുഴുവൻ ചിറ പിടിപ്പിച്ചിട്ടാണ്, വല്ല വെച്ചിട്ടാണ് ഇതെല്ലാം ചിറ പിടിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് വാസ്തവത്തിൽ ഇത്തരം ശ്രമങ്ങൾ നടക്കുന്നത് ചിലപ്പോൾ വല്ല ഫാക്ടറികളോ വ്യവസായത്തിനൊക്കെ ആയിരിക്കും. അപ്പോൾ കൃഷിയെ ആ ഒരു വ്യാവസായികമായ കണ്ണുകൊണ്ട് കാണാൻ ദേവസ്ഥന് കഴിഞ്ഞത് വാസ്തവത്തിൽ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് തന്നെ സംശയം തോന്നും. കാരണം അതുകൊണ്ട് നിങ്ങളുടെ ഈ പ്രവർത്തനത്തിന് വലിയൊരു ഫലമുണ്ടാവണം. ഇതിൻ്റെ ആദായം അത്തരത്തിലെ ഇതിൻ്റെ ആദായം കൊണ്ട് ഒരു ഫസ്റ്റ് സമയം കൊണ്ട് ഇത് നികത്തുവാൻ കഴിയുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ? സാറിൻ്റെ ഒരു കുഴപ്പമില്ല, വ്യാവസായികമെന്നല്ല ഞങ്ങളുടെ പ്രധാനമായും ഇതിൽ നിന്നൊരു ലാഭം ഞങ്ങൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നില്ല. രണ്ട് കാര്യങ്ങൾ നേരത്തെ നമ്മൾ ആദ്യമേ സൂചിപ്പിച്ച പോലെ ക്ഷേത്രത്തിന് ആവശ്യമായ സാധനങ്ങൾ ക്ഷേത്രത്തിൻ്റെ മണ്ണിൽ നിന്നും കൃഷി ചെയ്തുണ്ടാക്കുക എന്നുള്ളതാണ് ഈ പരമപ്രധാനമായ ലക്ഷ്യം. ഇത് ലാഭകരമാണോ എന്നുള്ള ചോദ്യം ഒരുപക്ഷേ നമുക്ക് ലാഭകരമാകാൻ സാധ്യത പൂർണ്ണമായും കാണുന്നില്ല. കാരണം വിളയാണ്, പ്രകൃതി ഏതൊക്കെ രീതിയിൽ നമ്മളെ അനുഗ്രഹിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനേക്കാൾ ഉപരി ഇത് നല്ല സാധനം ദേവിയുടെ മണ്ണിൽ ഉൽപ്പാദിച്ച് അതിനോട് ഉപയോഗിക്കാനും കഴിയുക എന്നുള്ളതാണ് പരമപ്രധാനം ഞങ്ങൾ കാണുന്നത്. അപ്പം അത് ചോദിക്കാനൊരു കാരണം, ഈ നമ്മുടെ കൃഷികൾ വികസിക്കുന്നതിന് സർക്കാരിൻ്റെ സഹായം, കേന്ദ്ര സഹായം, സംസ്ഥാന സഹായം, പഞ്ചായത്തുകളുടെ സഹായം, ഇതൊന്നും വാസ്തവത്തിൽ നമ്മുടെ കൃഷിക്ക് കിട്ടാൻ ഇടയില്ല. ആകെ കൂടി ദേവിയുടെ സഹായം, അനുഗ്രഹം മാത്രമേ പ്രതീക്ഷിക്കാവൂ. അപ്പോൾ അത്തരം സഹായങ്ങളൊന്നും ഇല്ലാതെ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന വലിയ ചിലവ്, അതുകൊണ്ട് തന്നെ എന്താ വരണമെന്ന് വെച്ചാൽ ഇതൊരു സസ്റ്റൈനബിൾ ആകാൻ സാധ്യതയില്ല. അപ്പോൾ തുടർച്ചയായിട്ട് ചെയ്യല പലരും. അപ്പം ഇത് ഇപ്പോൾ ഈ ഒരു കൃഷി കഴിഞ്ഞ് ഇത് നഷ്ടമാണെന്ന് കണ്ട പലരും ചെയ്യുന്ന പോലെ നിർത്തിവെച്ച് ഇനി നമുക്ക് വേറെ ഇത് നഷ്ടത്തിന് പോകണ്ട എന്ന് തീരുമാനം എടുത്തുകൂടായില്ല. അപ്പോൾ ദേവസ്വം അങ്ങനെ ഇതിനെ ഒരു സുസ്ഥിര കൃഷിയാക്കി കൊണ്ടുപോകുമെന്നുള്ളതാണ് നമ്മുടെ ചോദ്യമാണത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് സാറിൻ്റെ ചോദ്യം. അതെ, ഒരു കാര്യമുണ്ട്. ഇതിപ്പോൾ ഈ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ട് പിറ്റേ ദിവസമോ 2 മാസം കഴിഞ്ഞോ 3 മാസം കഴിഞ്ഞോ നമുക്കതിൻ്റെ പ്രതീക്ഷിക്കാനൊന്നും പറ്റില്ല. പക്ഷേ കാലക്രമത്തിൽ നമുക്കിതിൽ നിന്ന് ലാഭം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസം. അതിന് ദേവിയുടെ സഹായവും നമുക്കുണ്ടായിരിക്കും. ഒരുപക്ഷെ അതുകൂടെ കണ്ടുകൊണ്ടാവും ഈ തെങ്ങൊക്കെ വെച്ചിരിക്കുന്നത്. ചേനയുണ്ട് സാറ് അങ്ങനെ സാറ് കണ്ടില്ല, ചേനയുണ്ട്, വെണ്ടയുണ്ട്, വഴുതനയുണ്ട്, ഇതൊക്കെ ഉണ്ട്. നമ്മളൊക്കെ വെച്ചെല്ലാം മുളച്ച് വരികയാണ്. ചേന ഞങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ ഒരു 4 ചോട് മാന്തിയിട്ട് തന്നെ നല്ല വിളയുണ്ടായിരുന്നു. അതന്നല്ലേ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ഒരു സ്ഥലം ഉപയോഗപ്രദമാക്കി എടുത്തു. ഇത് ഇപ്പം വസ്തുവായി മാറി. മറ്റത് ഇങ്ങനെ ഒരു ആവശ്യമില്ലാത്ത ഒരു പ്രദേശമായി മാറി കിടന്നിരിക്കുകയായിരുന്നു. ആരും കടന്നു വരാൻ പോലും മടിക്കുന്ന രീതിയിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ക്ഷേത്രത്തിന് ഒരുക്കേണ്ടി വന്ന കാരണം നമുക്ക് പ്രാരംഭമായിട്ട് കുറേ ചെലവുകളുള്ളൂ. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ വാല്യൂ വളരെ കൂടുതൽ. കൃഷി മാത്രം ചെയ്തു പോയാൽ മതി.
ഇപ്പോൾ വാഴ കൃഷി നമുക്ക് വാഴയുടെ ഒരു ഇതങ്ങോട്ട് വിളവെടുത്തു കഴിഞ്ഞാൽ അടുത്ത വിളവിന് വേണ്ടിയിട്ട് നമുക്ക് വാഴ വയ്ക്കാം. ആദ്യം അതിൻ്റെ വിത്ത് ഇതിൽ കൂടുതൽ വയ്ക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോഴത്തേക്കും തെങ്ങ് 2-3 കൊല്ലം കഴിയുമ്പോൾ എല്ലാം കുലച്ച് തൈ വെക്കുന്നുണ്ട്. നല്ല തൈ കിട്ടാത്തത് കൊണ്ടാണ് ബാക്കിയുള്ളിടത്തൊക്കെ ചിലയിടത്തൊക്കെ കുറേശ്ശെ വെച്ചിട്ടുണ്ട്. എത്ര തൈ വെച്ചിട്ടുണ്ട് ഇവിടെ ഉദ്ദേശം? ഒരു 400 അടുത്ത് തൈ വെച്ചിട്ടുണ്ട്. ഏതെല്ലാം ഇനങ്ങളാണ്? പ്രധാനമായും നമ്മുടെ നാളികേര വികസന ബോർഡിൽ നിന്ന് വാങ്ങിയ തൈകളാണ്. ഏതാണ് അവിടെ ഈ കുറിയനങ്ങളും നെടിയനങ്ങളും ഉണ്ടല്ലോ? കുറിയനങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ഒരു 3 വർഷം കൊണ്ട് കായ്ക്കത്തക്ക. നാളികേര വികസന ബോർഡിന്റെയാണ്. അതുകൊണ്ട് അത് നല്ലതാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് താമസം പിന്നെ അതിന്റെ ഒരു ആദായം അല്ല, അവർക്കും അഭിമാനിക്കാം. ഇത് പറഞ്ഞ പോലെ വികസനം അവിടുന്ന് കൊണ്ടുവന്ന് ഞങ്ങൾ വേണ്ട അവർ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വാഴക്കൃഷിയും പച്ചക്കറി കൃഷിയും ചേനയൊക്കെ ചെയ്യുന്നതിന്റെ ഒരു നല്ല ഭാഗം ഈ തെങ്ങുകൾക്ക് കിട്ടും. കാരണം അതാണല്ലോ ഇടവേളയുടെ ശാസ്ത്രം തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ തെങ്ങുകളൊക്കെ നല്ല കായ്ഫലം തരും. തെങ്ങിന്റെ കാര്യത്തിൽ ഇപ്പൊ നല്ല വിലയാണ്, തേങ്ങയ്ക്ക് നല്ല വില വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ അപ്പൊ ആ നില കരിക്ക് ഇപ്പൊ കുറിയനങ്ങളായതുകൊണ്ട് കരിക്ക് വിളവെടുക്കാനും വിഷമമില്ല. അപ്പം ആയാലും നിങ്ങളുടെ ഏത് നിലയിലും നിങ്ങളുടെ ഈ സംരംഭം വളരെ പ്രശംസനീയമാണ്, മാതൃകാപരമാണ്. ഇത് സ്വീകരിക്കുന്നവർക്ക് കാർഷിക മേഖലയിൽ ഒത്തിരി ഗുണം ലഭിക്കും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. എന്തായാലും ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും ദൂരദർശൻ്റെ പ്രത്യേക അഭിനന്ദനവും നിങ്ങൾക്ക് രേഖപ്പെടുത്തുകയാണ്. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജ്യത്തു നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങളുടെ കയറ്റുമതിയിൽ വർധന. 21ാമത് തോട്ടവിള സിമ്പോസിയം ഡിസംബർ 10 കോഴിക്കോട്. പക്ഷിപ്പനി നിയന്ത്രണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. രാജ്യത്തു നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങളുടെ കയറ്റുമതിയിൽ നടപ്പ് വർഷത്തെ 6 മാസത്തിനിടയിൽ 12% വർധനവ്. ഏപ്രിൽ സെപ്റ്റംബർ കാലയളവിൽ 4.22 ലക്ഷം ടൺ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കയറ്റുമതിയിലൂടെ 6,962.86 കോടി രൂപയുടെ വിദേശ നാണ്യം നേടിയിട്ടുണ്ട്. വറ്റൽമുളക്, പുതിന ഉൽപ്പന്നങ്ങൾ, ജീരകം, കുരുമുളക്, മഞ്ഞൾ, മല്ലി, ഉലുവ, കറിപ്പൊടികൾ, പേസ്റ്റ്, സുഗന്ധവ്യഞ്ജന എണ്ണകൾ, സത്തുക്കൾ എന്നിവയുടെ കയറ്റുമതിയിലാണ് വർധനയുണ്ടായതെന്ന് സ്പൈസസ് ബോർഡ് അറിയിച്ചു. കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഫിയോ നിർയാത് ബന്ധു അവാർഡ് സ്പൈസസ് ബോർഡിന് ലഭിച്ചു. ഇന്ത്യൻ സുഗന്ധവ്യഞ്ജന കയറ്റുമതിക്ക് നൽകുന്ന മികവിനാണ് അവാർഡ്. രാഷ്ട്രപതിയിൽ നിന്നും സ്പൈസസ് ബോർഡ് ചെയർമാൻ ഡോക്ടർ എ ജയതിലക് IAS അവാർഡ് സ്വീകരിച്ചു. 21ാമത് തോട്ടവിള സിമ്പോസിയം ഡിസംബർ 10 മുതൽ 12 വരെ കോഴിക്കോട് നടക്കും. സുസ്ഥിര തെങ്ങും തോട്ടവിളകളുടെ സാങ്കേതിക വിദ്യകളുടെ ഏകോപനം എന്നതാണ് ഇത്തവണത്തെ വിഷയം. വിവിധ ഉൽപ്പാദക രാജ്യങ്ങളിൽ നിന്നും 300ഓളം പ്രതിനിധികൾ ഈ സിമ്പോസിയത്തിൽ പങ്കെടുക്കും. പക്ഷിപ്പനി നിയന്ത്രണ വിധേയമാക്കാനുള്ള കർമ്മപരിപാടികൾ അവസാന ഘട്ടത്തിലാണെന്ന് മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ വി ബ്രഹ്മാനന്ദൻ അറിയിച്ചു. രോഗം ബാധിച്ച പക്ഷികളെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കും. കുട്ടനാട് പ്രദേശത്ത് പടർന്നു പിടിച്ചിരുന്ന പക്ഷിപ്പനി എന്ന രോഗത്തിൻ്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് നടത്തി വന്നിരുന്ന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 3-4 ദിവസങ്ങളിൽ വളരെ ഊർജിതമായി നടക്കുകയും അതിൻ്റെ ഫലമായി കള്ളിങ് എന്ന് പറയുന്ന ഓപ്പറേഷൻ, അല്ലെങ്കിൽ ഈ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള താറാവുകളെയും കോഴികളെയും എല്ലാം കൊന്നൊടുക്കുന്ന പരിപാടി ഇപ്പോൾ ഏകദേശം തീരാറായിരിക്കുകയാണ്. ഇന്നലത്തെ കണക്കനുസരിച്ച് തന്നെ ഏകദേശം 2,30,000-ൽ കൂടുതൽ താറാവുകളെയും മറ്റും കൊന്നൊടുക്കുകയും അത് ശാസ്ത്രീയമായി മറവുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നടന്നു വരുന്നത് ഈ 1 കിലോമീറ്റർ ചുറ്റളവ് കഴിഞ്ഞ അസുഖം ബാധിച്ച പ്രദേശത്തു നിന്നും
1 കിലോമീറ്റർ ചുറ്റളവിൽ കൂടുതലുള്ള സ്ഥലത്ത് 3 കിലോമീറ്റർ ചുറ്റളവ് വരെയുള്ള സ്ഥലങ്ങളിൽ ഇതിൻ്റെ സർവൈലൻസ് ജോലികളാണ്. അവിടെ ഏതെങ്കിലും പക്ഷികൾക്ക് അസുഖമുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയുമാണ് സർവൈലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനുവേണ്ടി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള സഹകരണവും ഞങ്ങൾ തേടിയിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ വളരെയധികം പുരോഗമിക്കുകയാണ്. കൂടാതെ മൈക്ക് അനൗൺസ്മെൻറ്റ്, ഈ പ്രദേശങ്ങളിൽ ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാം തന്നെ മൈക്ക് അനൗൺസ്മെൻറ്റ് വഴിയും ചെറിയ നോട്ടീസുകൾ വഴിയും മറ്റ് പരസ്യങ്ങൾ വഴിയും ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട്. ഇങ്ങനെ ആണെങ്കിൽ നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ഏകദേശം ഒരാഴ്ചയ്ക്കകം തന്നെ മിക്കവാറും എല്ലാ പ്രവർത്തനങ്ങളും തീർക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. കൊല്ലം ജില്ലയിൽ ടെസ്റ്റ് ചെയ്ത സാമ്പിളുകളും അതുപോലെ തന്നെ എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിൽ നിന്നും ടെസ്റ്റ് ചെയ്ത സാമ്പിളുകളും ഈ H5 ഇനത്തിൽപ്പെടുന്ന H5 അല്ലെങ്കിൽ H7 മനുഷ്യരിലേക്ക് പകരുന്ന ഇനങ്ങളിൽപ്പെടുന്ന വൈറസ് അല്ല എന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്നും അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. ഡിസംബർ 5 ലോക മണ്ണ് ദിനം. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പ്രദാനം ചെയ്യുന്ന പ്രകൃതി വിഭവമായ മണ്ണ് മനുഷ്യരാജിയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. മണ്ണ് പരിപാലനത്തിലൂടെ മാത്രമേ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ അതിജീവിച്ച് ഭക്ഷ്യസുരക്ഷ സാധ്യമാകൂ. അമൂല്യ പ്രകൃതി വിഭവമായ മണ്ണിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ശാസ്ത്രീയ പരിപാലനത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും ജനങ്ങളിലും കർഷകരിലും വിദ്യാർത്ഥികളിലും ഗവേഷകരിലും അവബോധം ജനിപ്പിക്കുന്നതിന് ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനമനുസരിച്ചാണ് മണ്ണ് ദിനം ആചരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി സംസ്ഥാന മണ്ണ് പര്യവേഷണ സംരക്ഷണ വകുപ്പ് ഈ വർഷത്തെ ലോക മണ്ണ് ദിനം ആചരിക്കുന്നു. മണ്ണ് കുടുംബകൃഷിയുടെ അടിത്തറ എന്ന മുഖ്യ പ്രമേയത്തെ ആസ്പദമാക്കി സിംബോസിയം സംഘടിപ്പിക്കുമെന്ന് മണ്ണ് പര്യവേഷണ വകുപ്പ് അറിയിച്ചു. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 12,600 രൂപ, കോഴിക്കോട് 13,300 രൂപ, തൃശൂരിൽ 12,900 രൂപ. കൊപ്ര കൊച്ചിയിൽ 8,505 രൂപ, കോഴിക്കോട് 8,600 രൂപ, തൃശൂരിൽ 8,660 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 68,800 രൂപ, ഗാർബിൾഡ് 71,800 രൂപ. ചുക്ക് മീഡിയം 21,000 രൂപ, ബെസ്റ്റ് 23,000 രൂപ. മഞ്ഞൾ സേലത്ത് 6,700 രൂപ, ഈറോഡിൽ 6,900 രൂപ. അടയ്ക്ക പുതിയത് 14,000-നും 16,000-നും മധ്യേ. കൊച്ചിയിൽ റബ്ബർ 5 ഗ്രേഡ് 11,200 രൂപ, 4 ഗ്രേഡ് 11,600 രൂപ. കോട്ടയത്ത് റബ്ബർ 5 ഗ്രേഡ് 11,100 രൂപ, 4 ഗ്രേഡ് 11,700 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റിൽ. വെളിച്ചെണ്ണ 12,600 രൂപ, കൊപ്ര 8,505 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300 രൂപ, റോട്ടറി 3,000 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 69,100 രൂപ, ഗാർബിൾഡ് 72,100 രൂപ. ചുക്ക് മീഡിയം 21,000 രൂപ, ബെസ്റ്റ് 23,000 രൂപ. മഞ്ഞൾ നാടൻ 6,200 രൂപ. അടയ്ക്ക പുതിയത് 14,000-നും 16,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ 250-നും 260-നും മധ്യേ. തൊണ്ടില്ലാത്തത് 450-നും 470-നും മധ്യേ. ജാതിപത്രി 750-നും 800-നും മധ്യേ. ഗ്രാമ്പു 1,000 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് 11,200 രൂപ, 4 ഗ്രേഡ് 11,600 രൂപ. ഒട്ടുപാൽ 7,300 രൂപ, ലാറ്റക്സ് 7,500 രൂപ. കമ്പോള അവലോകനം. നാളികേര കർഷകർക്ക് സീസണിലെ വിലത്തകർച്ചയിൽ നിന്ന് ആശ്വാസം പകരാൻ കേന്ദ്രം കൊപ്രയുടെ താങ്ങുവില ഉയർത്താനുള്ള തയ്യാറെടുപ്പിലാണ്. നിലവിൽ മില്ലിംഗ് കൊപ്രയ്ക്ക് കിൻഡലിന് 6,250 രൂപയും ഉണ്ട കൊപ്രയ്ക്ക് 5,520 രൂപയുമാണ് താങ്ങുവില. പുതിയ നിരക്കിൽ 300 രൂപയുടെ വർധനവിന് ഇടയുണ്ട്. നിരക്ക് ഉയർത്തുന്ന പ്രഖ്യാപനം ജനുവരിയിൽ പ്രതീക്ഷിക്കാം. റബ്ബർ വിപണി ചലനരഹിതം. വിദേശത്തു നിന്നുള്ള അനുകൂല വാർത്തകളുടെ അഭാവം മൂലം ടയർ നിർമ്മാതാക്കൾ നിരക്ക് ഉയർത്താൻ മടിച്ചു. മുഖ്യ വിപണികളിലേക്കുള്ള റബ്ബർ വരവ് കുറവിലാണ്. 4 ഗ്രേഡ് കിലോ 116 വിപണനം നടത്തുന്നു. ലാറ്റക്സ് കിലോ 7 രൂപ ഇടിഞ്ഞ് 75 രൂപയായി രേഖപ്പെടുത്തി. കൊച്ചി മാർക്കറ്റിൽ ഏലക്ക ലേലത്തിൽ വീണ്ടും ആവേശം അലയടിച്ചു. കയറ്റുമതിക്ക് അനുയോജ്യമായ മികച്ച ഇനം ഏലം കിലോ 1,070 രൂപയായി ഉയർന്നു. ശരാശരി ഇനങ്ങൾ 749 രൂപയിൽ കൈമാറി. കുരുമുളകിന് അന്തർ സംസ്ഥാന വ്യാപാരികളിൽ നിന്നുള്ള ആവശ്യം ഉയർന്നത് ഉൽപ്പന്ന വില മെച്ചപ്പെടുത്തി. ഗാർബിൾഡ് കുരുമുളക് 72,100 കയറി വിപണനം നടന്നു. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില. കണ്ണൂർ കൂടിയ താപനില 32.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.3, 23.4. കൊച്ചി 31.6, 24.
ആലപ്പുഴ 31.3, 23.2, പുനലൂർ 32.4, 19.6, തിരുവനന്തപുരം കൂടിയ താപനില 31.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.4 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.